കോഴിക്കോട് മണിയൂരിൽ അബോധാവസ്ഥയിലായ 3 മാസം പ്രായമുള്ള മകനെ CPR നൽകി രക്ഷപ്പെടുത്തിയ പിതാവിന് കൈയടിച്ച് നാട്. പ്രഥമ ശുശ്രൂഷ നൽകേണ്ടത് എങ്ങനെയെന്ന് കണ്ടില്ലേ, ഈ അടുത്തിടെ വടകരയിൽ വെച്ച് നടന്നൊരു സംഭവമാണിത്. പെട്ടെന്നുള്ള ഇടപെടലിലൂടെ എത്ര ധൈര്യപൂർവ്വമാണ് അദ്ദേഹത്തിന് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. ഇതുപോലെയുള്ള അവസ്ഥകൾ നമ്മുടെ വീടുകളിലും വരാം. അപ്പോഴൊക്കെ നമ്മളും ഇതുപോലെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. ഇങ്ങനെ ചെറിയ മക്കളിൽ സാധാരണയായി കാണപ്പെടുന്ന മറ്റൊരു കണ്ടീഷനാണ് ബ്രീത്ത് ഹോൾഡിംഗ് സ്പെൽ. കരയുന്ന ചെറിയ കുട്ടികളിൽ ശ്വാസം നിന്നു പോകുന്നത് പോലെയോ പിടിച്ചു വെക്കുന്നത് പോലെയുള്ള അവസ്ഥകൾ കണ്ടേക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുട്ടികൾ നീല നിറത്തിലാവുകയും ചിലപ്പോൾ വെള്ള നിറത്തിലാവുകയും മറ്റു ചിലപ്പോൾ മയങ്ങി വീഴുകയും ചെയ്യുന്നത് കണ്ടേക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികളുടെ ശരീരത്തിനും തലച്ചോറിനും ഓക്സിജൻ കിട്ടാതെയായി വരുന്നു. സാധാരണയായി 1 മിനിറ്റിന് താഴെ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു അറ്റാക്കാണിത്. 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഇത് കാണപ്പെടുന്നതെങ്കിലും 2 വയസ്സാണ് ഈ ഒരു കണ്ടീഷന്റെ പീക്ക് ടൈം. ഇത്തരം സാഹചര്യങ്ങളിൽ പാനിക് ആവാതെ കുട്ടിയെ നിരപ്പായ ഒരു സ്ഥലത്ത് കിടത്തുക, കുട്ടിയുടെ കൂടെ തന്നെ നിൽക്കുക, കുട്ടിയെ നല്ലപോലെ നിരീക്ഷിക്കുക. ഈ ഒരു കണ്ടീഷന്റെ ദൈർഘ്യം കുറയ്ക്കുവാനായി തണുത്തതോ നനഞ്ഞതോ ആയ ഒരു തുണി നെറ്റിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അല്ലെങ്കിൽ കുട്ടികളിൽ അവസ്മാരത്തിന്റെ ലക്ഷണങ്ങളാണ് കാണുന്നതെങ്കിൽ, വായിൽ നിന്ന് നുരയോ പതയോ ആണ് വരുന്നതെങ്കിൽ ചോക്കിംഗ് തടയാനായി കുട്ടിയെ ഒരു വശത്തേക്ക് ചെരിച്ചു കിടത്തുക. കുട്ടിയെ കുലുക്കുവാനോ മുഖത്ത് വെള്ളം തെളിക്കുവാനോ പാടില്ല. അയണിന്റെ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികളിലാണ് ഈ ഒരു കണ്ടീഷൻ കൂടുതലായി കാണപ്പെടുന്നത്. ഇങ്ങനെ പ്രവണതയുള്ള കുട്ടികളിൽ പ്രതിരോധ മാർഗം എന്നേന അവർ വാശി പിടിക്കുമ്പോഴോ കരയുമ്പോഴോ അവരുടെ ശ്രദ്ധ മറ്റെന്തെങ്കിലും വിഷയത്തിലേക്ക് ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കുക. തുടർച്ചയായിട്ട് ഇത് കാണപ്പെടുന്നുവെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള ഹെൽത്ത് റിലേറ്റഡ് ഇൻഫർമേഷൻസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.